മറ്റൊരു വേനൽക്കാലം കൂടി തുടങ്ങി. കേരളത്തിലെ ചൂട് ഓരോ ദിവസവും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ വേനൽക്കാലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹീറ്റ് സ്ട്രോക്കുമായി ബന്ധപ്പെട്ട് ഏകദേശം 10ഓളം രോഗികളാണ് 3 മാസത്തെ കാലയളവിൽ അഡ്മിറ്റാക്കപ്പെട്ടത്. അതിൽ പകുതിയോളം പേർ മരണത്തിന് കീഴടങ്ങി. എന്താണ് ഹീറ്റ് സ്ട്രോക്ക്? സ്ട്രോക്കും ഹീറ്റ് സ്ട്രോക്കും ഒന്നാണോ? നമുക്ക് സംസാരിക്കാം. നമുക്കെല്ലാം സ്ട്രോക്കിനെ കുറിച്ച് അറിയുമായിരിക്കും. ഇക്കാലത്ത് സ്ട്രോക്കിനെ കുറിച്ച് അറിയാത്തവർ വളരെ വിരളമായിരിക്കും. സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തിൽ കട്ട പിടിക്കുകയോ അതല്ലെങ്കിൽ അത് പൊട്ടിയൊലിക്കുകയോ കാരണം തലച്ചോറിൻ്റെ ഫംഗ്ഷൻ ഇല്ലാതാവുകയും അതുകാരണമായി ബോധത്തിൽ വ്യതിയാനം വരികയോ അല്ലെങ്കിൽ അപസ്മാരം വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലെ കയ്യോ കാലോ ഇളക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് സ്ട്രോക്ക്. എന്നാൽ ഹീറ്റ് സ്ട്രോക്ക് അതുമായി ബന്ധമില്ലാത്ത ഒരു സംഗതിയാണ്. ഈ വേനൽക്കാലത്ത് ഹീറ്റ് സ്ട്രോക്കിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യവുമാണ്. ഹീറ്റ് സ്ട്രോക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം നമുക്ക് ചൂടിനെ കുറിച്ച് സംസാരിക്കാം. നമ്മുടെ ശരീരത്തിലെ എൻസൈമാറ്റിക് റിയാക്ഷനുകളെല്ലാം നടക്കാൻ ബോഡി ടെമ്പറേച്ചറിനെ 36.5 മുതൽ 37.5 ഡിഗ്രി സെൽഷ്യസ് വരെ, അതല്ലെങ്കിൽ 97 മുതൽ 99 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ ഉള്ള ഒരു ടെമ്പറേച്ചറിനിടയിൽ നിർത്തൽ അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ ഇതിനേക്കാൾ കൂടിപ്പോകുന്ന അവസ്ഥയിലാണ് നമുക്ക് ഹീറ്റ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നത്. ഹീറ്റ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് ഒരു സ്പെക്ട്രം ഓഫ് ഡിസീസസ് ആണ്. എന്ന് പറഞ്ഞാൽ ചെറിയ ബുദ്ധിമുട്ട് മുതൽ തുടങ്ങി വളരെയധികം ഗുരുതരമായ അവസ്ഥയിലേക്ക് വരെ പോകുന്ന അവസ്ഥകൾ അമിതമായ ചൂട് കാരണം നമുക്കുണ്ടാകാം. ആ സ്പെക്ട്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ തുടക്കത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ വളരെയധികം കൂടിപ്പോയി എന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മുടെ ശരീരത്തിന് നിർജ്ജലീകരണം വരികയും അത് കാരണമായി നമ്മളുടെ മസിലുകൾ വേദന വരുന്ന ഒരു അവസ്ഥയും ഉണ്ടാകാം. നമ്മൾ കൂടുതലായി ജോലി എടുക്കുകയാണെങ്കിൽ കയ്യിൽ വേദന, അതല്ലെങ്കിൽ നടക്കുമ്പോൾ കാലിൽ കടച്ചിൽ, കാൽ മസിൽ കയറുന്ന പോലെ തോന്നുക എന്നുള്ള അവസ്ഥയാണ് ആദ്യത്തെ സ്റ്റേജ്. ഇതിനെ നമ്മൾ ഹീറ്റ് ക്രാംപ്സ് എന്ന് പറയുന്നു. ഇനി ഇതിൽ നിന്ന് കുറച്ചും കൂടെ കൂടി വരുമ്പോൾ ഹീറ്റ് എക്സ്ഹോഷൻ അഥവാ വളരെയധികം ക്ഷീണം, തലവേദന, വയ്യായിക, അതുപോലെ ശരീരത്തിലേക്ക് ചൂട് തട്ടുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ വെയിൽ കൊണ്ട സ്ഥലത്ത് ചുവന്ന കളറിലേക്ക് മാറുക, അല്ലെങ്കിൽ തൊലി പൊളിഞ്ഞു പോരുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ടാവുക എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് പോകുന്നു. ഇനി കുറച്ചുകൂടെ കൂടി എന്ന് വിചാരിക്കുക. അപ്പോൾ നിർജ്ജലീകരണം കാരണം നമ്മളുടെ BP കുറയുകയും അനന്തരഫലമായി തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞൊരു സമയത്തേക്ക് കുറയുകയും അപ്പോൾ കുറഞ്ഞ സമയത്തേക്ക് ബോധം നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഇതിനെ നമ്മൾ ഹീറ്റ് സിങ്കോപ്പ് എന്ന് പറയുന്നു. ഇനി ഇതെല്ലാം കടന്ന് നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ അമിതമായി കൂടി എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് വരുന്ന അവസ്ഥയാണ് ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഹീറ്റ് സ്ട്രോക്കിൽ നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ 40 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കൂടുതലായിരിക്കും, അതല്ലെങ്കിൽ 104 ഡിഗ്രി ഫാരൻഹീറ്റിനേക്കാളും കൂടുതലായിരിക്കും. നമ്മളുടെ എല്ലാം ബോഡി ടെമ്പറേച്ചർ ഈ പറഞ്ഞ നോർമലായിട്ടുള്ള 36.5 മുതൽ 37.5 വരെ എന്നുള്ള ഈ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളുടെ ശരീരത്തിൽ ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയുണ്ട്. തലച്ചോറിലാണ് ഹൈപ്പോതലാമസ് സിറ്റുവേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഹൈപ്പോതലാമസിൻ്റെ ഫംഗ്ഷൻ നഷ്ടപ്പെടുമ്പോഴാണ് അമിതമായി ഈ 104ലേക്കുള്ള ടെമ്പറേച്ചർ കൂടുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ടെമ്പറേച്ചർ കൂടുന്നതിൻ്റെ ഭാഗമായി തന്നെ പെട്ടെന്ന് ബോധക്ഷയം വരിക, അല്ലെങ്കിൽ അപസ്മാരം വരിക തുടങ്ങിയ ലക്ഷണങ്ങളും നമ്മളിതിൽ കാണുന്നു. ഈ ചൂട് കാലത്ത് ഏതെങ്കിലും ഒരാൾ പെട്ടെന്ന് ജോലി സ്ഥലത്ത് ബോധം കെട്ട് വീഴുകയും നമ്മൾ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന സമയത്ത് അവരുടെ ടെമ്പറേച്ചർ അമിതമായി കൂടിയിട്ടുണ്ട് എന്നുള്ള അവസ്ഥയും കാണുമ്പോൾ നമ്മൾ മിക്കവാറും ഹീറ്റ് സ്ട്രോക്കാണ് സസ്പെക്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം വന്ന മിക്കവാറും കേസുകളിലും ടെമ്പറേച്ചർ 106, 107, 108 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ കൂടിയ അവസ്ഥ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആളുകളിൽ നമ്മൾ തലയുടെ CT സ്കാൻ എടുത്ത് നോക്കുമ്പോൾ മിക്കവാറും നോർമലായിട്ടാണ് വരാറുള്ളത്. എന്നാൽ ശരീരത്തിലെ മറ്റു അവയവങ്ങളുടെ ഫംഗ്ഷൻ നോക്കുന്ന സമയത്ത് കിഡ്നി ഫംഗ്ഷനും ലിവർ ഫംഗ്ഷനും എല്ലാം വളരെയധികം മോശമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് പോകുന്നത് നമ്മൾക്ക് റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. കിഡ്നി ഇഞ്ചറി വളരെയധികം കൂടുകയും അതിൻ്റെ ഫലമായി പൊട്ടാസ്യം പോലെയുള്ള ലവണങ്ങൾ വളരെയധികം ശരീരത്തിൽ കൂടുകയും അങ്ങനെ മിടിപ്പിൽ വ്യതിയാനം വരാനും പെട്ടെന്ന് മരണം സംഭവിക്കാനുള്ള സാധ്യതകൾ ഈ രോഗികളിൽ വളരെയധികം കോമൺ ആണ്. ചിലപ്പോൾ ഡയാലിസിസ് വരെ ഇങ്ങനെയുള്ള രോഗികളിൽ ആവശ്യമായി വരാറുണ്ട്. ഇനി നിങ്ങളുടെ ജോലി സ്ഥലത്ത് പെട്ടെന്നൊരാൾ ബോധം ഇല്ലാതെ വീണു എന്ന് വിചാരിക്കുക. തൊട്ടു നോക്കുമ്പോൾ വളരെയധികം ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? ആദ്യം ഏറ്റവും പെട്ടെന്ന് അടുത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള സജ്ജീകരണങ്ങൾ റെഡിയാക്കുക എന്നാണ് ആദ്യമായി ചെയ്യേണ്ടത്. പെട്ടെന്ന് തന്നെ രോഗിയെ തണലിലേക്ക് മാറ്റി കിടത്തുകയും അഥവാ ബോധമില്ലാത്ത അവസ്ഥയിലാണ് രോഗിയെങ്കിൽ ഇടതുവശം ചേർത്തി കിടത്തുകയും ചെയ്യണം.
എന്തുകൊണ്ടാണ് ഒരു രോഗിയെ ഇടതുവശം ചേർത്തി കിടത്തേണ്ട ആവശ്യം? ഏതൊരു രോഗിക്കും ഏതൊരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടും ബോധമില്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളവരെ ഇടതുവശം ചേർത്തി കിടത്താൻ ശ്രമിക്കണം. കാരണം എന്തെന്നാൽ പെട്ടെന്ന് ബോധം പോകുന്ന സമയത്ത് വായിലുള്ള ഉമിനീരും അതുപോലെ തന്നെ അഥവാ അവർ ഛർദ്ദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഭക്ഷണ പദാർത്ഥങ്ങളും ശ്വാസകോശത്തിലേക്ക് ഇറങ്ങാനും അങ്ങനെ ആസ്പിരേഷൻ ന്യൂമോണിയ എന്ന രീതിയിലുള്ള ന്യൂമോണിയ വരാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ്. അതുകൊണ്ടാണ് ബോധമില്ലാത്ത ആളുകളെ അതുപോലെ അപസ്മാരം വരുന്ന ആളുകളെയെല്ലാം നമ്മളെപ്പോഴും ഇടതുവശം ചേർത്തി കിടത്തുന്നത്. ഇതിനുശേഷം ഇവരുടെ ബോഡി ടെമ്പറേച്ചർ കുറക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിൽ വെള്ളം ഒഴിക്കുകയും അതുപോലെ തന്നെ വളരെയധികം ടെമ്പറേച്ചർ കൂടുതലാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഐസ് പാക്കുകൾ കക്ഷത്തിലും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും വെച്ച് ടെമ്പറേച്ചർ കുറക്കാനും ശ്രമിക്കാം. എന്നിട്ട് അവരെ എത്രയും പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. എപ്പോഴും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ. ഇങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ മാക്സിമം ചെയ്യേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ അഥവാ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ പറ്റുമെങ്കിൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് പുറത്തിറങ്ങാൻ ശ്രമിക്കാതിരിക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് പുറത്തിറങ്ങൽ വളരെയധികം അത്യാവശ്യമാണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ തലമറക്കാനൊരു തൊപ്പി ഉപയോഗിക്കുക. ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ വെയിൽ തട്ടുന്ന ഭാഗങ്ങളിലെല്ലാം നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കുക. സൺസ്ക്രീൻ വാങ്ങുന്ന സമയത്ത് എപ്പോഴും നമ്മൾ അതിൻ്റെ SPF നോക്കണം. SPF എന്ന് പറയുന്നത് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടറാണ്. SPFന് ഒരു വാല്യൂ മിക്കവാറും അതിലെല്ലാം കൊടുത്തിട്ടുണ്ടാകും. SPF 30-നേക്കാൾ കൂടുതലുള്ള സൺസ്ക്രീനുകളാണ് എപ്പോഴും ഉപയോഗപ്രദം. 50-നേക്കാൾ കൂടുതലാണെങ്കിൽ വളരെയധികം നല്ലത്. ഡ്രസ്സ് ഇടുന്ന സമയത്ത് സിമ്പിളായിട്ടുള്ള കോട്ടൺ ഡ്രസ്സുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കുക. എപ്പോഴും വെള്ളം കൂടുതലായി കുടിക്കാൻ ശ്രമിക്കുക. ഏകദേശം ഒരു 2.5 മുതൽ 3 ലിറ്റർ വരെ വെള്ളം നമ്മൾ ഈ വേനൽക്കാലത്ത് കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഇനി നിങ്ങൾ കൂടുതലായിട്ട് വെയിൽ കൊള്ളുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇത്രയൊക്കെ വെള്ളം കുടിച്ചാലും അതൊക്കെ വിയർത്ത് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മൂത്രമൊഴിക്കുന്നില്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തുകയും മൂത്രമൊഴിക്കുന്ന സമയത്ത് അഥവാ നല്ല മഞ്ഞ നിറത്തിലാണ് മൂത്രമെങ്കിൽ കൂടുതൽ വെള്ളം കുടിക്കാനും ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഹീറ്റ് സ്ട്രോക്കിനെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും. എപ്പോഴും വെയിൽ കൊള്ളുന്ന ആളുകൾക്ക് മാത്രമാണോ ഹീറ്റ് സ്ട്രോക്ക് വരുന്നത്? അല്ല. ചിലപ്പോൾ വീട്ടിനകത്ത് നിൽക്കുന്ന പ്രായമുള്ള ആളുകൾക്കും അതുപോലെ തന്നെ സൈക്കാട്രിക് മരുന്നുകൾ കഴിക്കുന്നവർക്കും അതുപോലെ തന്നെ കൂടുതലായി മദ്യപിക്കുന്നവർക്കും ഹീറ്റ് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ കൂടുതലായി കാണാറുണ്ട്. ഇതിനെയാണ് നമ്മൾ ക്ലാസിക്കൽ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അവർക്ക് ബാക്കിയുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോൾ ശരീരത്തിൽ വിയർപ്പിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞൊരവസ്ഥയാണ് കാണുന്നത്. എന്നാൽ നമ്മൾ സാധാരണ രീതിയിൽ കാണാറുള്ള എക്സേഷണൽ ഹീറ്റ് സ്ട്രോക്കിൽ ശരീരത്തിൽ മൊത്തമായി വിയർത്ത് കിടക്കുന്ന അവസ്ഥയിലാണ് മിക്കവാറും രോഗികളെ കാണാറുള്ളത്. ഈ വേനൽക്കാലത്ത് ഹീറ്റ് സ്ട്രോക്കിനെ കുറിച്ച് കൂടുതൽ അറിയാനും അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ കൂടുതൽ ഉപയോഗപ്പെടുത്താനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.